ജിന്നുബാധയുള്ളൊരു കുഞ്ഞുമായിട്ട് ഹബീബിൻ്റെ മുമ്പിലേക്കൊരു ഉമ്മ വന്നത് ഹദീസിൻ്റെ ചരിത്രമാണ്, ഹദീസാണത്. ആ ഉമ്മ വന്നിട്ട് പറഞ്ഞു, നബിയേ എൻ്റെ കുഞ്ഞിന് പ്രയാസമുണ്ട്, നബിയേ എൻ്റെ കുഞ്ഞിന് പ്രയാസമുണ്ട്. ജിന്നുബാധയുള്ളൊരു കുട്ടി, ഭ്രാന്തുള്ള കുട്ടി എന്നും പറയാം. ജിന്നുബാധയുള്ള കുട്ടി, ദേഹത്ത് ജിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ പലതും സംസാരിക്കും. ജന്മത്തിൽ സംസാരിച്ചിട്ടില്ലാത്ത ഭാഷയിൽ കുട്ടി സംസാരിക്കും. തമിഴ് ജീവിതത്തിൽ പറഞ്ഞില്ലാത്ത ആൾ തമിഴൊക്കെ കൂളായി പറയും. ഇംഗ്ലീഷ് അറിയുന്ന ജിന്ന്, വിദ്യാഭ്യാസ ഡിഗ്രിയുള്ള ജിന്ന് കയറിയാൽ പറയും. നോർമലാണ്. സയൻസ് സൈക്കോളജി പറയും ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാളുണ്ട്, ഒന്ന് ജിന്നും ഒന്ന് മനുഷ്യനാണ്. തന്നെ ഡുവൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഇത് ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയും. അതുള്ളതാണ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് ആ കുഞ്ഞിൻ്റെ മൂക്കിന് പിടിച്ചു. മിൻഹർ എന്ന് പറഞ്ഞാൽ ഈ മൂക്കിൻ്റെ ഭാഗം. മൂക്കിന് പിടിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഉഖ്റുജ് ഇന്നി മുഹമ്മദുൻ റസൂലുള്ളാഹ്. ജിന്നെ പുറത്തുപോ, പിശാചേ പുറത്തുപോ, ഞാൻ മുഹമ്മദാണ്, റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂലായ മുഹമ്മദ് നബിയാണ് ഞാൻ. ഇത് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ മൂക്കിനൊരു പിടുത്തം പിടിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയോട് പറഞ്ഞു പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും പോന്നു, ഉമ്മ കുട്ടിയേറ്റും പോയി. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ വെള്ളമുണ്ട്. ചെറിയൊരു വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ആ വെള്ളം അന്വേഷിച്ച് ഞങ്ങൾ ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് തിന്നാൻ വേണ്ടി മധുരവും മാംസവും ഈത്തപ്പഴവുമായി ഉമ്മ ഓടി വന്നു. പുണ്യനബി പറഞ്ഞു, മാംസമൊന്നും വേണ്ട, ഈത്തപ്പഴുണ്ട്, അത് സ്വഹാബികൾ കൂടെ ഉണ്ട്, അവർക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഉമ്മയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കുട്ടിക്ക് എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, ആരാണോ അങ്ങയെ ലോകത്തേക്ക് നബിയായി നിയോഗിച്ചത് ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ റഅയ്നാ മിൻഹു രീബൻ ബഅദക, അങ്ങ് ആ മൂക്കിന് പിടിച്ച് ആ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം എൻ്റെ കുട്ടിക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായില്ല നബിയേ എന്ന് ആ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം